നമസ്കാരം. ഞാൻ കലാശാല മുരളി. രാമായണത്തിലെ വളരെ പ്രസക്തമായ ഒരു ഭാഗമാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് അഹല്യാമോക്ഷം. രാമലക്ഷ്മണന്മാരും വിശ്വാമിത്രനും വനത്തിൽ കൂടി കടന്നു പോകുമ്പോൾ രണ്ടാമത് മോക്ഷം കൊടുക്കുന്ന ഒരു സംഭവമാണ് അഹല്യാമോക്ഷം. അഹല്യ എന്ന തപസ്വിനിക്ക് മോക്ഷം കൊടുക്കുന്ന സംഭവമാണ്. അത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. കാരണം മനുഷ്യജീവിതത്തിൻ്റെ പ്രധാന ചില ഘട്ടങ്ങൾ ഈ അഹല്യാമോക്ഷത്തിലുണ്ട്. അത് വിശദമായിട്ട് പറയാം. രാമലക്ഷ്മണന്മാരുടെ യാത്ര നടക്കുന്ന വനത്തിൽ പണ്ട് ഗൗതമ മുനിയും അഹല്യ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയും പർണശാല കെട്ടി താമസിച്ചിരുന്നു. വളരെ ഭക്തരായിരുന്നു അവർ. അങ്ങനെ സന്തോഷത്തോടുകൂടി അവരവിടെ ജീവിക്കുന്ന സമയത്ത് ദേവേന്ദ്രൻ ആ വനത്തിലൂടെ വരാനിടയായി. ഗൗതമ മുനിയുടെ പത്നി അഹല്യ അതീവ സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. ആ സ്ത്രീയുടെ സൗന്ദര്യത്തിൽ അനുരക്തനായ ദേവേന്ദ്രൻ ഏത് വിധേനയും ഈ അഹല്യയെ കൈക്കലാക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ തക്കം പാർത്തിരുന്ന ദേവേന്ദ്രൻ ഈശ്വര പ്രാർത്ഥനയ്ക്കും നിത്യകർമ്മങ്ങൾക്കും ഗൗതമ മുനി പുറത്തേക്ക് പോയ സമയത്ത് ദേവേന്ദ്രൻ അഹല്യയുടെ അടുത്ത് എന്ന് തൻ്റെ ആഗ്രഹം അറിയിച്ചു. പക്ഷേ അവർ ദേവേന്ദ്രനോട് യാതൊരു അടുപ്പവും കാണിച്ചില്ല. പക്ഷേ എല്ലാവിധത്തിലുള്ള പ്രലോഭനങ്ങളും നടത്തി ദേവേന്ദ്രൻ അഹല്യയുമായി ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. ഈ അവസരത്തിലാണ് ഗൗതമ മുനി തിരികെ വരുന്നത്. തിരികെ വരുമ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തെ വളരെയധികം ഞെട്ടിച്ചു. അദ്ദേഹം ദേവേന്ദ്രനെ ശപിച്ചു, ലൈംഗിക ശേഷി നശിച്ചു പോകട്ടെ എന്ന്. അതോടൊപ്പം തന്നെ താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അഹല്യയെയും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹം അഹല്യയെ ശപിച്ചു, നീ ശിലയായി തീരട്ടെ. വർഷങ്ങൾക്ക് ശേഷം ശ്രീരാമലക്ഷ്മണന്മാർ വനത്തിലൂടെ കടന്നു വരുമ്പോൾ രാമദേവൻ്റെ പാദസ്പർശമേൽക്കുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും. അതുവരെയും ശിലയായി തന്നെ ഈ വനത്തിൽ താമസിക്കട്ടെ. അങ്ങനെ രാമലക്ഷ്മണന്മാരുടെ ഈ യാത്ര നടന്നു വരുന്നത് വരെ ശിലയായി തന്നെ അഹല്യ ആ വനത്തിൽ പാർക്കുകയാണ്. ഈ സംഭവം വിശ്വാമിത്രൻ രാമദേവനെ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങയുടെ അടുത്ത നടപടി അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കുക എന്നുള്ളതാണ്. അഹല്യ നിരപരാധിയായിരുന്നു. പക്ഷേ മുനിയുടെ കോപം കൊണ്ട് അദ്ദേഹം അഹല്യയെ ശപിക്കുകയായിരുന്നു. ശ്രീരാമദേവൻ്റെ പാദസ്പർശമേറ്റ് ശാപമോക്ഷം കിട്ടിക്കഴിയുമ്പോൾ നീ വീണ്ടും എൻ്റെ അടുക്കിലേക്ക് വരികയും നമ്മൾ ഒന്നിച്ചു തന്നെ സന്തോഷമായി ജീവിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സംഭവം കേട്ട ശ്രീരാമദേവൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ശിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ പാദം സ്പർശിച്ചു. അപ്പോൾ തന്നെ ആ ശില സൗന്ദര്യമുള്ള അംഗലാവണ്യമുള്ള ഒരു സ്ത്രീയായി മാറി. അഹല്യ ശ്രീരാമദേവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ചു. ശ്രീരാമദേവൻ എല്ലാ അനുഗ്രഹവും കൊടുത്ത് അഹല്യയെ യാത്രയാക്കി. നമ്മൾ ഈ കഥ കേൾക്കുമ്പോൾ ഇതിൽ നിന്നും ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മുടെ വികാരങ്ങൾ അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരാജയമുണ്ടാകും. ദേവന്മാരുടെ അടുത്തും ലോകത്തിലുമെല്ലാം സർവ്വ അധികാരവും ഉണ്ടായിരുന്ന ദേവേന്ദ്രന് ഒരു സ്ത്രീയിൽ ആ സ്ത്രീയുടെ അംഗലാവണ്യം കണ്ട് മോഹിച്ച് അദ്ദേഹം അതിൽ വശംവദനായി അവിടെ പരാജയപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നു.
ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വികാരങ്ങളെയൊക്കെയും നിയന്ത്രിച്ച് ബോധപൂർവം മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ജീവിത വിജയം ഉണ്ടാകും എന്നുള്ളത് സ്പഷ്ടമാണ്. നമസ്കാരം.